ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പോയാണ്. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പോയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Here is an interesting poem about looking at the world in wonder and amazement. ലോകത്തെ വളരെ അത്ഭുതത്തോടും ആശ്ചര്യത്തോടും നോക്കിക്കാണുന്ന ഒരാളെയാണ് നമുക്ക് ഈ പോയത്തിൽ കാണാൻ പറ്റുക. സോ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. And in wonder and amazement I sing, Rabindranath Tagore. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. നമ്മുടെ പോയിറ്റ് പറയാണ്, ആകാശം മുഴുവനും നക്ഷത്രങ്ങളും സൂര്യനും ഒക്കെയാണ്. പ്രപഞ്ചമാണെങ്കിലോ നിറയെ ജീവൻ കൊണ്ട് നിറഞ്ഞു നിൽക്കാണ്. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചത്തില് എനിക്ക് സ്വന്തമായിട്ട് ഞാനൊരു സ്ഥലം കണ്ടെത്തി. ആ അത്ഭുതത്തിലും ആശ്ചര്യത്തിലും ഞാൻ പാടുകയാണ്. ആകാശത്തും ഭൂമിയിലും ആകെ കുറെ കാര്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണല്ലേ. ഇവിടെ തൻ്റെതായിട്ടുള്ള ഒരു ഇടം കണ്ടുപിടിക്കാൻ പറ്റിയ പോയറ്റിന്റെ അത്ഭുതവും ആശ്ചര്യവും സന്തോഷവും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. The world is swayed by eternity's rushing tide, rising and falling. I have felt its tug in my blood, racing through my veins, and in wonder and amazement I sing. ഈ ലോകം മുഴുവനും സമയത്തിന്റെ ആ കുത്തൊഴുക്കില് ആടി ഉലയാണ് ചെയ്യുന്നത്. നമ്മുടെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ വരുമ്പോൾ തിരമാലകൾ ഇങ്ങനെ ഉയർന്നു താഴുമല്ലേ, അതുപോലെയാണ് ഈ എറ്റേണിറ്റിയുടെ റഷിംഗ് ടൈഡില് ലോകം മുഴുവനും ആടി ഉലയുന്നത്. എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത, എവിടെയാണ് തുടങ്ങി എവിടെയാണ് അവസാനിക്കുന്നത് എന്നൊന്നും അറിയാത്ത ഇങ്ങനെ അനന്തമായി കിടക്കുന്ന സമയത്തെയാണ്. പോയറ്റിന്റെ ഞരമ്പിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ രക്തത്തിൽ വരെ അദ്ദേഹത്തിന് അതിന്റെ ആകർഷണം അനുഭവപ്പെടുന്നുണ്ട്. ആ ആശ്ചര്യത്തിലും അത്ഭുതത്തിലുമാണ് പോയറ്റ് ഇപ്പൊ പാട്ട് പാടുന്നത്. While walking in the woodlands, with my feet I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gifts of gladness and joy are strewn all around, and in wonder and amazement I sing. ഞാൻ ഇങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ എൻ്റെ പാദങ്ങൾ ഓരോ പുൽനാമ്പുകൾ തൊടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, പൂക്കളുടെ സുഗന്ധം ഇങ്ങനെ അനുഭവിക്കുമ്പോൾ അദ്ദേഹം ആകെ അമ്പരന്ന് പോവാണ് ചെയ്യുന്നത്. ഈ പുൽനാമ്പും പൂക്കളും കാട് മുഴുവനും പൂക്കളുടെ സുഗന്ധവും എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിനെ ആകെ ഒരു ലഹരിയോ അല്ലെങ്കിൽ ഒരു ഉന്മാദത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ചുറ്റും നോക്കുമ്പോൾ ഈ സന്തോഷത്തിന്റെ സമ്മാനങ്ങളെല്ലാം ചുറ്റും ഇങ്ങനെ ചിതറിക്കെടുക്കുകയാണ്. സ്ട്രൂവൻ എന്ന് വെച്ചാല് ചിതറിക്കെടുക്കുക എന്നാണ്. ഇവിടെ ഇദ്ദേഹം സന്തോഷത്തിന്റെ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആ കാടും അതിലെ പുല്ലും പൂക്കളും പൂക്കളുടെ മണവും എല്ലാത്തിനെയാണ്. ഇതെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ആ ആശ്ചര്യത്തിലും അത്ഭുതത്തിലും അദ്ദേഹം വീണ്ടും പാടുകയാണ് ചെയ്യുന്നത്. I have pricked my ears, I have opened my eyes, I have bared my heart to the world. In the midst of the known, I have sought the unknown, and in wonder and amazement I sing. ഞാൻ എൻ്റെ കാതുകൾ കൂർപ്പിച്ചു, ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു പിടിച്ചു, ഞാൻ എൻ്റെ ഹൃദയത്തെ ലോകത്തിലേക്കായി തുറന്നു വെച്ചു. എല്ലാം അറിയുന്നതിൻ്റെ ഇടയിൽ ഞാൻ അറിയാത്തതിനെ അന്വേഷിച്ചു നടന്നു. ആ അത്ഭുതത്തിലും ആശ്ചര്യത്തിലും നമ്മുടെ കവി പാടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കവി കാതുകൾ കൂർപ്പിച്ച് കണ്ണുകൾ തുറന്ന് ലോകത്തിലേക്കായി ഹൃദയം തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള എല്ലാം അറിയുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും തനിക്ക് അറിയാത്തതായിട്ടുള്ള കാര്യങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം എനിക്ക് അറിയുന്നതാണല്ലോ എന്ന്. എന്നാൽ കൂടുതൽ കൂടുതൽ അടുത്തേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും നമുക്ക് പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിന്ന് തപ്പിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ആ അന്വേഷണം അദ്ദേഹത്തിന്റെ ഉള്ള ഒരുപാട് സന്തോഷവും അത്ഭുതമാണ് നിറയ്ക്കുന്നത്. ആ അത്ഭുതത്തിലും ആശ്ചര്യത്തിലും ഒക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പാട്ട് പാടുന്നത്. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം അല്ലേ. Why does the speaker sing in wonder and amazement? എന്തുകൊണ്ടാണ് ഇതിലെ സ്പീക്കർ വളരെയധികം ആശ്ചര്യത്തോടും അത്ഭുതത്തോടും കൂടെ പാടുന്നത്? The speaker sings in wonder because he feels amazed by the beauty of nature, life and the universe around him. പ്രകൃതിയുടെയും ജീവിതത്തിന്റെയും ചുറ്റുമുള്ള പ്രപഞ്ചത്തിന്റെയും ഭംഗി കണ്ടിട്ടാണ് നമ്മുടെ കവി ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുള്ളത്. ആ അത്ഭുതം കൊണ്ടാണ് അദ്ദേഹം പാടുന്നത്. What do you think eternity's rushing tide means? എന്താണ് eternity's rushing tide എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? It means the endless flow of time, like waves that keep moving continuously. Eternity's rushing tide കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അവസാനിക്കാതെ ഒഴുകുന്ന സമയത്തെയാണ്.
അത് എന്തുപോലെയാണ് ഒഴുകുന്നത്? തുടർച്ചയായിട്ട് ഉയർന്നു താഴ്ന്നുകൊണ്ടിരിക്കുന്ന കടലിലെ തിരമാലകളെ പോലെയാണ്. Pick out the worldly wonders described in the poem. കവിതയിൽ വർണ്ണിച്ചിരിക്കുന്ന ലോകത്തിലെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? The worldly wonders described in the poem are the sun, stars, the universe full of life, the woodlands, blades of grass, flowers and their fragrance, and the happiness and joy spread all around. സൂര്യനും നക്ഷത്രങ്ങളും ജീവൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചവും കാടും പുൽനാമ്പും പൂക്കളും പൂക്കളുടെ മണവും ചുറ്റും പരന്നു കിടക്കുന്ന സന്തോഷവും ഒക്കെയാണ് ലോകത്തിലെ അത്ഭുതങ്ങളായിട്ട് കവി ഇതിൽ വർണ്ണിക്കുന്നത്. What maddened the poet's mind? എന്താണ് കവിയുടെ മനസ്സിനെ ഒരു ഉന്മാദത്തിലാക്കിയത്? The blades of grass, the flowers and their sweet fragrance maddened the poet's mind. പുൽനാമ്പുകളും പൂക്കളും പൂക്കളുടെ ആ സുഗന്ധവും ഒക്കെയാണ് പോയറ്റിന്റെ മനസ്സിനെ ഉന്മാദത്തിലാക്കിയത്. Why does the speaker prick his ears, open his eyes and bare his heart? എന്തുകൊണ്ടാണ് കവി കാത് കൂർപ്പിക്കുകയും ഹൃദയവും കണ്ണും ഒരുപോലെ തുറന്നു വയ്ക്കുകയും ചെയ്തത്? The speaker does this to fully experience, understand and enjoy the beauty and mystery of the world. ഈ കവിതയിലെ സ്പീക്കറിന് ഈ ലോകത്തെ മുഴുവനായി അനുഭവിക്കാനും മനസ്സിലാക്കാനും മാത്രമല്ല ഈ ലോകത്തിലെ മിസ്റ്ററിയും ബ്യൂട്ടിയും ഒരുപോലെ ആസ്വദിക്കാനുമാണ് കാതുകൾ കൂർപ്പിച്ച് കണ്ണും ഹൃദയവും ഒരുപോലെ തുറന്നു വെച്ചിട്ടുള്ളത്. What do you think the poet means by in the midst of the known I have sought the unknown? അറിയുന്ന കാര്യങ്ങൾക്കിടയിൽ താൻ അറിയാത്തതിനെ അന്വേഷിച്ചു എന്നുള്ളത് കൊണ്ട് എന്താണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്? The poet means that even among familiar things, he tries to discover new truths, mystery and deeper meanings in life. കവി പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയുന്ന ചുറ്റുപാടിൽ നിന്ന് കവി ശ്രമിക്കുന്നത് ജീവിതത്തിലെ പുതിയ സത്യങ്ങളും ആഴമേറിയ അർത്ഥങ്ങളുമെല്ലാം കണ്ടുപിടിക്കാനാണ്. Read the following lines from another poem, The Sands of Dee by Charles Kingsley. ചാൾസ് കിങ്സ്ലിയുടെ ദ സാൻഡ്സ് ഓഫ് ഡീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയത്തിലെ 4 വരികളാണ് നമുക്ക് തന്നിട്ടുള്ളത്. Oh may we go and call the cattle home and call the cattle home and call the cattle home across the sands of Dee. The phrase and call the cattle home is used 3 times. 3 വട്ടാണ് ഇവിടെ and call the cattle home എന്ന് പറഞ്ഞിട്ടുള്ള വരി ഉപയോഗിച്ചിട്ടുള്ളത്. Such repetitions are called refrain. ഇത്തരത്തിലുള്ള റെപ്പിറ്റിഷനെയാണ് അല്ലെങ്കിൽ ആവർത്തനങ്ങളെയാണ് നമ്മൾ refrain എന്ന് വിളിക്കുക. A refrain is a line or phrase that is repeated within the lines or stanzas. Refrain എന്ന് വെച്ചാൽ ഒരു വരിയോ അല്ലെങ്കിൽ വാക്കുകളുടെ ഒരു കൂട്ടമോ ആണ്. അതിനാണ് നമ്മൾ phrase എന്ന് വിളിക്കുക. അതിൻ്റെയോ ആവർത്തനാണ്. അതൊരു വരിയിലാവാം അല്ലെങ്കിൽ സ്റ്റാൻസകളിലും ആവാം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ refrain എന്ന് പറയുക. Can you find out a line which is repeated in this poem? Write it down. ഈ കവിതയിലും ഒരു വരി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. And in wonder and amazement I sing എന്ന് പറഞ്ഞ വരിയാണ് എല്ലാ സ്റ്റാൻസയുടെയും അവസാനത്തിൽ ആവർത്തിച്ച് വന്നിട്ടുള്ളത് അല്ലേ? സോ ഇതും റെഫ്രെയിൻ എക്സാമ്പിൾ ആണ്. What fills the speaker with wonder and amazement? എന്തൊക്കെ കാര്യങ്ങളാണ് സ്പീക്കറിൽ അത്ഭുതവും ആശ്ചര്യവും നിറയ്ക്കുന്നത്? The sky full of the sun and the stars, the universe full of life, the endless flow of time like rising and falling waves, the powerful force of life flowing through him, the woodlands and blades of grass, the flowers and their sweet fragrance, the happiness and joy spread all around, the mysteries and unknown things in life. ഇതെല്ലാമാണ് സ്പീക്കറിന്റെ ഉള്ളിൽ അത്ഭുതവും ആശ്ചര്യവും നിറയ്ക്കുന്നത്. Look at the words taken from the poem. Put them in proper pairs. നമുക്കിവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അതിനെ കൃത്യമായി പെയർ ചെയ്യാനാണ് പറയുന്നത്. സ്വെയ്റ്റ് വേൾഡ്, ലോകമാണല്ലേ ആടി ഉലഞ്ഞത്. വെയൻസ് റേസിംഗ്, അദ്ദേഹത്തിന്റെ ഞരമ്പിലൂടെ ഒഴുകുന്ന രക്തത്തെ പറ്റിയാണ് അവിടെ ഉദ്ദേശിച്ചത്. ഗ്രാസ് ബ്ലേഡ്സ്, ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, മൈൻഡ് മാഡൻഡ്, പ്രകൃതിയുടെ ഭംഗി അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉന്മാദത്തിലാക്കി എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് പോയത്തിൽ നിന്നെടുത്ത വാക്കുകളുടെ കറക്റ്റ് ആയിട്ടുള്ള പെയർ എന്ന് പറയുന്നത്. അവസാനത്തെ ആക്ടിവിറ്റി ഇതാണ്. Let us revisit the first stanza. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. In the first line, the initial sounds "sir" in sky is repeated in sun and stars also. This repetition is called alliteration.
ഇവിടെ ആദ്യത്തെ വരി നോക്കൂ. ദ സ്കൈ ഇസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. ഇവിടെ സ്കൈയുടെയും സണ്ണിന്റെയും സ്റ്റാർസിന്റെയും ആദ്യത്തെ സൗണ്ട് സ വെച്ചിട്ടാണല്ലേ തുടങ്ങണേ. ഇതെല്ലാം ഒരു വരിയിലുമാണ്. ഇതിനെയാണ് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുക. The repetition of initial consonant sounds of a word in the same line of a poem is called alliteration. ഒരു കവിതയിലെ വരിയില് ഏതെങ്കിലും വാക്കുകളുടെ തുടക്കത്തില് സെയിം കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുക. നിങ്ങൾക്ക് ഇതിന്റെ എക്സാമ്പിൾ കണ്ടാൽ ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. Can you find other examples from the poem? While walking in the woodlands. ഇവിടെ നോക്കൂ, while walking woodlands. എല്ലാതും സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസണന്റ് സൗണ്ട് ആയിട്ടുള്ള വ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ടിലാണ്. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. ഫ സൗണ്ട് ആണ് ഇവിടെ ഫ്ലവേഴ്സിലും ഫ്രാഗ്രൻസിലും റിപ്പീറ്റ് ചെയ്യുന്നത്. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. ഇവിടെ മാഡൻഡ് മൈ മൈൻഡ് മ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്. ഇവിടെ ഗിഫ്റ്റ്സ് ആൻഡ് ഗ്ലാഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സിൽ ഗ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അലിറ്ററേഷൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ഒരു വരിയിലായിരിക്കണം, തുടക്കത്തിലായിരിക്കണം, കോൺസണന്റ് സൗണ്ട് ആയിരിക്കണം റിപ്പീറ്റ് ചെയ്യേണ്ടത്. സോ ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ ആക്ടിവിറ്റി. ഇതോടുകൂടി പോയം അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.